ഓ ഇപ്പൊ ക്ലിയർ ആയി. എനിക്കാണെങ്കിൽ ആ കോൺസെപ്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചേച്ചി ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു. പണ്ട് തിയററ്റിക്കലി പഠിച്ചതെല്ലാം ഇപ്പൊ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് വരുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേച്ചി എത്ര കൊല്ലായി യോഗ ഫീൽഡില്? 8 കൊല്ലേ ആയിട്ടുള്ളൂ. ഓ അത്ര കൊല്ലായോ? അപ്പൊ ഈ അഡ്വാൻസ് യോഗ ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അഡ്വാൻസ് യോഗ ചെയ്യുന്നുണ്ട്. എത്ര മിനിറ്റ് ചെയ്യും? ഒരു 10-15 മിനിറ്റ്. 10-15 മിനിറ്റ് ഒക്കെ ശീർഷാസനൊക്കെ ചെയ്യുമോ? ഏ ആ അതെ, ഈ ഹെഡ് സ്റ്റാൻഡൊക്കെ 10-15 മിനിറ്റത്തോളൊക്കെ ചെയ്യുമോ? അതായത് അമല ഉദ്ദേശിച്ചത് ആസനയിലെ അഡ്വാൻസ്, ഞാൻ ഉദ്ദേശിച്ചത് യോഗയിലെ അഡ്വാൻസ് സ്റ്റേജ്. ഓ ഇത് രണ്ടും രണ്ടല്ലേ? അതെ, അതായത് നമ്മള് ആസനയിലെ അഡ്വാൻസ് ആസന എന്ന് പറയുന്നത് നമ്മുടെ ശീർഷാസന, മയൂരാസന, അതൊക്കെ അത്യാവശ്യം നമുക്ക് ഫ്ലെക്സിബിളും ബാലൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് യോഗയിലെ അഡ്വാൻസ് ലെവൽ, ലൈക്ക് നമ്മൾ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ. അഷ്ടാംഗ യോഗ കോൺസെപ്റ്റ് അനുസരിച്ച് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ യമ നിയമയൊക്കെ ഫോളോ ചെയ്ത് ആസന പ്രാണായാമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവര് അഷ്ടാംഗ യോഗയിൽ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രത്യാഹാര, ധാരണ, ധ്യാന, അതൊക്കെയാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒത്തിരി ചിന്തയിൽ നിന്ന് ചിന്തയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതാണ് യോഗയിലെ അഡ്വാൻസ് ലെവൽ. അഡ്വാൻസ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകണം എന്നാണെങ്കിൽ താങ്കൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യാഹാര, ധാരണ, ധ്യാന. ഓ അപ്പൊ ഇതാണല്ലേ അഡ്വാൻസ് ലെവല്? ആ അതെ. അമലയ്ക്ക് ഒരു 10 സെക്കൻഡ് ചിന്തയില്ലാണ്ടിരിക്കാൻ പറ്റിയ അമല ഒരു അഡ്വാൻസ് പ്രാക്ടീഷണർ ആണെന്ന് പറയാൻ പറ്റും. ഓ 10 സെക്കൻഡൊക്കെ സിമ്പിൾ അല്ലേ? ഞാൻ ചെയ്യാം. ആ ആ കണ്ടില്ലേ, 10 സെക്കൻഡ്സിൽ കൂടുതൽ. ആ അമല, കടയിൽ അങ്കിളുടെ വണ്ടി പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നു? ആ അങ്കിൾ ഇപ്പൊ താമസിച്ചാണോ കട തുറന്നേ? പാല് വാങ്ങിക്കാനുണ്ടായി. അമല ചിന്തിക്കുന്നുണ്ട് എന്ന് പോലും അമലയ്ക്ക് വരുന്നില്ല. ആ ശരിയാണല്ലോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ ഞാൻ എന്താ ചെയ്യാ? സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. മൂക്കിന്റെ അറ്റത്ത് ഫോക്കസ് ചെയ്തിട്ട് തണുത്ത എയർ ഉള്ളിലോട്ട് പോകുന്നതും ഇളം ചൂടുള്ള എയർ പുറത്തേക്ക് വരുന്നതും അത് മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുമോ? വലിയ കഷ്ടമാ. 10,000 തോട്ട്സ് ഇങ്ങനെ വരുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് തരണം ചെയ്തു. അതായത് ചിന്തിക്കുകയാണെന്നുള്ള റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ 10,000 ചിന്തകളിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുവരണം. ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ ഒന്നും ഇല്ലാണ്ടാവും. പിന്നെ നമുക്ക് ചിന്തകളൊന്നും ഇല്ലാണ്ട് ഒരു സ്റ്റേജിൽ എത്തും. അപ്പൊ നമുക്ക് അഡ്വാൻസ് പ്രാക്ടീഷണർ ആണെന്നോ പറയാൻ പറ്റും. കുറച്ച് പണിയല്ലേ? പണിയൊന്നുമില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഓരോ പടികളായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ട്രൈ ചെയ്യാം.